ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ പിറ്റേ ദിവസം ഹാലോങ്ങിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസം ഇവിടെ തുടങ്ങുന്നു. ഞങ്ങളിതാ ഹാലോങ്ങിലെ രണ്ടാമത്തെ ദിവസം സൺ വേൾഡിലേക്ക് പോകുന്നതാണ്. അതൊരു അമ്യൂസ്മെന്റ് പാർക്കാണ്. അതിലേക്കാണ് ഇന്നത്തെ ദിവസം ചെലവഴിക്കാൻ ഉദ്ദേശിച്ചത്. ഒന്ന് നേരെ നോക്കിയാൽ നന്നായിരിക്കും. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ 6ാമത്തെ ദിവസമാണ് ട്രിപ്പിൻ്റെ. ഹാലോങ്ങിൽ ഇപ്പോൾ 2ാമത്തെ ദിവസം. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്, സൺ വേൾഡ് എന്ന് പറഞ്ഞൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക്. ഞങ്ങളുടെ സ്റ്റേയുടെ അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ. ഞങ്ങളിപ്പോൾ അവിടേക്ക് പോണ വഴിയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് ഷാർജലും പിന്നെ കുറച്ച് സംഭവങ്ങൾ മേടിക്കാൻ നിന്നു. ഞങ്ങളുടെ കയ്യിലുള്ളത് കഴിഞ്ഞു, അപ്പോൾ ഞങ്ങൾ മേടിക്കാൻ നിന്നു. പിന്നെ ഞങ്ങൾ ഫുഡും കഴിക്കും ഇവിടെ നിന്ന് തന്നെ. എന്നിട്ട് നേരെ സൺ വേൾഡിലേക്ക് പോകും. അവിടെ ഒരു 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ളത് ഉണ്ടെന്ന് പറഞ്ഞാൽ 2 മണിക്കേ തുറക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു 10 മണിക്കായിട്ട് പതുക്കെ ടൈം എടുത്തിട്ടാണ് ഒന്ന് ഫ്രഷായി ചെക്കൗട്ട് ചെയ്തത്. അപ്പോൾ ഇന്നായിരുന്നു ചെക്കൗട്ട്. ഈ സൺ വേൾഡ് എല്ലാം കറക്റ്റ് ടൈമിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കാഡ്ബ ഐലൻഡിലേക്ക് പോകാനാണ് പ്ലാൻ. കാഡ്ബ ഐലൻഡിലേക്ക് ഇനി ഫെറി ഉണ്ടാവുമോ എന്നറിയില്ല. ആ സമയത്ത് ഉണ്ടെങ്കിൽ കാഡ്ബ ഐലൻഡ് പോകും, അല്ലെങ്കിൽ ഇവിടെ തന്നെ ആ സെയിം സ്റ്റേയിൽ തന്നെ ചിലപ്പോൾ നിൽക്കും. ഞങ്ങൾ ഇവിടെ സ്കൂട്ടർ റെൻറ്റിനെടുത്തു. ഞങ്ങൾ നിൽക്കണ സ്റ്റേയിൽ തന്നെ സ്കൂട്ടർ റെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ 150,000 ഡോങ്ങാണ് എടുക്കുന്നത്. പക്ഷേ ഞങ്ങൾ ആ സ്റ്റേയിൽ നിൽക്കണ കാരണം അവരൊരു 2 സ്കൂട്ടറിനും കൂടെ 250 ഡോങ്ങിന് തന്നു. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ എടുത്തു. ഇന്ന് മൊത്തം അതിൽ കറങ്ങി വന്നിട്ട് ഇന്ന് വൈകിട്ട് 24 hours സ്കൂട്ടർ. അപ്പോൾ ഇന്ന് വൈകിട്ട് ഞങ്ങൾ കൊടുക്കും. പിന്നെ കാഡ്ബയ്ക്ക് പോകാൻ പറ്റിയ ഫെറി ഉണ്ടെങ്കിൽ ഞങ്ങൾ കാഡ്ബേ പോകും, അല്ലെങ്കിൽ ഇവിടെ തന്നെ സ്റ്റേ. ഇവിടെ പിന്നെ വേറെ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. പിന്നെ ഒന്നുള്ളത് ടാക്സി, പിന്നെ ഈ വലിയ ബസ്സും പിന്നെ മറ്റേ സ്കൂട്ടേഴ്സാണ് ഏറ്റവും പ്രിഫറബിൾ എന്ന് പറയുന്നത്. സ്കൂട്ടേഴ്സ് തന്നെയാണ്. ടാക്സിക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. നമുക്ക് ഇനിയിപ്പോൾ കൺവീനിയൻ്റ് ആയിട്ട് എവിടേക്കെങ്കിലും പോയി വരണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്കൂട്ടറാണ് നല്ലത്. എടാ സൺ വേൾഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വാട്ടർ റൈഡ്സ് അല്ല, ഞങ്ങൾ മെയിനായിട്ട് കുറച്ച് റൈഡ്സ്, അതിൻ്റെ ഉള്ളിൽ കുറച്ച് റൈഡ്സ്. ഇവിടെ ടിക്കറ്റ് എടുക്കണം. നേരത്തെ കണ്ട പുള്ളിക്കാരനാണ് ടിക്കറ്റ് തരണത്. ഇത് 350K ആണ് ഒരാൾക്ക് വരണത്. ഇതിലൊരു 5-6 ടൈപ്പ് റൈഡ്സും പിന്നെ കുറച്ച് സംഭവങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതിൽ 350K ആണ് ഒരാൾക്ക്. അപ്പോൾ മൊത്തം കൂടെ ഒരു 100K ഡോങ് അവർ കുറച്ച് തന്നുണ്ട്. ഞങ്ങളുടെ 4 പേരിൽ നിന്ന് 100K ഡോങ് കുറച്ച് തന്നു. അത്രേ കുറച്ചിട്ടുള്ളൂ. ഇപ്പോൾ അതിന് മുന്നിൽ നിൽക്കണേ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ പുള്ളിക്കാരൻ്റേതാണ് ടിക്കറ്റ് എടുക്കണേ. എന്നിട്ട് ആ ടിക്കറ്റ് എടുത്തിട്ട് ഈ പറഞ്ഞ ഒരു പാക്കേജ് പോലെയാണ്. ഈ ക്യാഷിന് കുറച്ച് റൈഡ്സും പിന്നെ കുറച്ച് സംഭവങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അത് ഞങ്ങൾ ചെയ്യും. പിന്നെ ഇവിടെ ഉള്ളൊരു റോളർ കോസ്റ്റർ റൈഡർ ഉണ്ട്, പക്ഷെ അത് ഇന്ന് കിട്ടില്ല. അത് വീക്കെൻഡ് മാത്രമേ ഉള്ളൂ, ശനിയും ഞായറും മാത്രമേ ഉള്ളൂ ആ റോളർ കോസ്റ്റർ റൈഡ്. അത് സംഭവം വീക്കെൻഡ് കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അത്രയും കച്ചവടമൊക്കെ ഉണ്ടാവും എന്നുള്ള ഇതിലായിരിക്കും ശനി ഞായറും അവർ വെച്ചേക്കണത്. വീക്ക് ഡേയ്സിൽ എന്തായാലും ആ റോളർ കോസ്റ്റർ റൈഡ് ഇല്ല. പകരം ബാക്കിയൊക്കെ ഉണ്ട്. കേബിൾ കാറും പിന്നെ അതിൻ്റെ ഉള്ളിലെ കുറച്ച് സംഭവങ്ങളും ഉണ്ട്. അവിടുന്ന് നേരത്തെ കാണിച്ചത് അവിടം വരെ പോവും. ഇത് ശരിക്കും ഇവിടുന്ന് അങ്ങോട്ട് പോണത് ആ പാർക്കിന്റെ ഉള്ളിലേക്കാണ്. പിന്നെയാണ് അവിടെ നിന്നുള്ള റൈഡുകൾ. ഇവിടെ പാർക്കിംഗ് ഫീസ് വെച്ചിട്ടുണ്ട്. ഒരു 6 മണി, ഇന്ന് കാലത്ത് 6 മണി തൊട്ട് നാളെ കാലത്ത് 6 മണി വരെ 20,000 VND. അതേസമയം ഇന്ന് കാലത്ത് 6 മണി തൊട്ട് ഇന്ന് രാത്രി 12 മണി വരെ ഉള്ളതിന് 5,000 VND. അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. ഞങ്ങൾ ഇപ്പോൾ കേബിൾ കാറിലേക്കുള്ള എൻട്രൻസിലേക്ക് പോകാൻ നിൽക്കുക. ഇതാണ് ആ കേബിൾ കാറിൻ്റെ എൻട്രൻസ്.
കേബിൾ കാറിലേക്ക് കയറാൻ നോക്കുകയാണ്. ബസ് പോലെ ചെറിയൊരു ട്രാവൽ സ്പേസ് പോലെ Ladies and gentlemen, cabin doors are about to close. For your safety, please do not stand near the door. ഞങ്ങൾ കയറിയ ഈ കേബിൾ കാറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ എൻട്രൻസ് വരെ ഒരു 10 മിനിറ്റ് റൈഡുള്ളൂ. പക്ഷേ ഞങ്ങൾക്കത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. പിന്നെ ആൾക്കാരില്ല, തിരക്കും കുറവായതുകൊണ്ട് ആ വ്യൂ നന്നായി ആസ്വദിക്കാൻ പറ്റി. അങ്ങനെ ഈ കേബിൾ കാറിൽ ഞങ്ങൾ സൺവേൾഡ് പാർക്കിലെത്തി. നേരത്തെ കണ്ട ആ ജൈൻറ്റ് വീലിലേക്കാണ് ഞങ്ങൾ ഈ നടക്കണത്. കേബിൾ കാർ റൈഡ് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ജൈൻറ്റ് വീൽ റൈഡിലേക്ക്. അപ്പോൾ ഞങ്ങളുടെ കേബിൾ കാർ റൈഡ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ മറ്റേ ജൈൻറ്റ് വീൽ റൈഡിലേക്കാണ്. നേരത്തെ കേബിൾ കാറിൽ കണ്ടത് ആ ഒരു കുന്നിൻ്റെ മേലുള്ള ജൈൻറ്റ് വീൽ, അതിൻ്റെ മേലേക്കാണ് പോണത്. ഇത്ര ഇത് വെറുതെ കയറ്റി മുകളിൽ നിന്ന് അടിക്ക് ഇറക്കുമ്പോഴേക്ക് അപ്പം ഞങ്ങൾ വീലിൽ കയറാൻ പോയത് നിർത്തിയിട്ട് കയറേണ്ടി വരും. ബൈ ബൈ ബൈ, സേഫ് ജേണി നിങ്ങൾക്ക്. നിന്നല്ല ഞാൻ അവിടേക്ക് ഫോക്കസ് ചെയ്യുന്നത്. ഇങ്ങനെ പോകുമ്പോ നമ്മൾ ഇങ്ങനെ ഓരോ ക്യാബിനും ഇങ്ങനെ റൗണ്ട് അടിക്കും. പാട്ട് വെക്കടാ, പാട്ട് വെക്കടാ, പാട്ട് വെക്കടാ, പാട്ട് വെക്കടാ. വൈകിടാ പാപ്പാ. അങ്ങനെ ഈ ജൈൻറ്റ് വീൽ റൈഡൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഓരോ ഐസ്ക്രീം അടിച്ചു. ഞങ്ങൾ മേടിച്ച ടിക്കറ്റിൽ ഇൻക്ലൂഡിങ് ആയിട്ടുള്ള വീഡിയോ ഗെയിംസ് കളിക്കാണ് നമ്മുടെ ടീംസ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഗസ്റ്റുകൾ കയറാത്തൊരു സ്ഥലത്ത് കൊണ്ടൊരു വീഡിയോ ഗെയിം, ആർക്കും വേണ്ടാത്തൊരു വീഡിയോ ഗെയിം വെച്ചിട്ടുണ്ട്. അവിടെ ഒക്കെ ഫ്രീ എൻട്രി അങ്ങനെ വെച്ചേക്കണേ. ഇതിലാകെ ഒരു ഗുണമുള്ളത് ഈ ജൈൻറ്റ് വീലും പിന്നെ മറ്റേ സംഭവം മറ്റേ കേബിൾ കാറും. അവർ ആ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കണ നേരം ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ പുറത്തേക്ക് ഇറങ്ങി ആ പാർക്കിൽ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ച ചെടികളും മറ്റു കാര്യങ്ങളും നടന്ന് ആസ്വദിച്ച് കണ്ടു. സംഭവം ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷെ റൈഡ്സ് കുറവായിരുന്നു. ഇതും ഞങ്ങളെടുത്ത പാക്കേജിൽ ഇൻക്ലൂഡ് ആവുന്ന ഒരു റൈഡാണ്. ഇതൊരു 3 മിനിറ്റ് റൈഡ് ഉള്ളെങ്കിലും സംഭവം ഞങ്ങൾക്ക് ഇഷ്ടമായി. അതുകൊണ്ട് ഞങ്ങൾ 2 പ്രാവശ്യം ഇത് ട്രൈ ചെയ്തു. പിന്നെ ഈ റൈഡിന്റെ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഞങ്ങൾ ഈ റൈഡൊക്കെ കഴിഞ്ഞ് വീണ്ടും ആ പരിസരത്തൊന്ന് ചുറ്റി നടന്ന് ആ പാർക്കിൽ തന്നെ കുറച്ച് മാറിയിട്ട് ഒരു ടെമ്പിൾ ഉണ്ട്, അവിടേക്ക് ഞങ്ങൾ നടന്നു. ഇത് ആ പാർക്കിന്റെ ഉള്ളിൽ തന്നെ പണിതിട്ടിരിക്കുന്ന ചെറിയ പാലങ്ങളാണ്.
ദേ ആ അറ്റത്ത് കാണണതാണ് ടെമ്പിൾ. ഞങ്ങളിത് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ ആ ടെമ്പിളിൽ എത്തിയപ്പോഴത്തേനും അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എന്തായാലും ആ അമ്പലത്തിൽ എത്തിയത് കറക്റ്റ് ടൈമിലായിരുന്നു. ഈ അമ്പലം കുറച്ച് ഹൈറ്റിലാണ് ഇരിക്കണത്. അപ്പോൾ അവിടെ നല്ല തണുത്ത കാറ്റായിരുന്നു. ഈ കാറ്റിൻ്റെ ഒപ്പം അവിടുത്തെ ആ ചാൻറ്റിങ് മ്യൂസിക്കും ആ വലിയ മണിയുടെ ശബ്ദവും പിന്നെ ആ അമ്പലത്തിലെ ലൈറ്റിംഗ് ഒക്കെ കൂടെ ആയപ്പോൾ ഞങ്ങൾക്കൊരു കിടിലൻ ഫീലാണ് കിട്ടിയത്. ശരിക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ കേബിൾ കാർ പോയിന്റിലേക്കാണ് പോയത്. ഞങ്ങളുടെ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഒരു 5 മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. അതിന് മുന്നേ തന്നെ കേബിൾ കാർ എത്തി. ഞങ്ങൾ അപ്പം തന്നെ കേബിൾ കാറിൽ കയറി മടക്കയാത്ര ആരംഭിച്ചു. അങ്ങനെ ഞങ്ങൾ സൺവേൾഡിൽ നിന്ന് ഇറങ്ങി പുതിയ സ്റ്റേയിലേക്ക് വണ്ടി എടുത്തു. ഞങ്ങളുടെ പുതിയ സ്റ്റേ ഞങ്ങൾ സൺവേൾഡിൽ ഇരുന്ന് തന്നെയാണ് ബുക്ക് ചെയ്തത്. ഞങ്ങളുടെ മുന്നത്തെ സ്റ്റേയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ പുതിയതെടുത്ത സ്റ്റേയും. അങ്ങനെ പുതിയ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് ഞങ്ങളുടെ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളപ്പോൾ ഞങ്ങളുടെ ഇന്നലത്തെ സ്റ്റേയിൽ നിന്ന് മാറി തൊട്ടടുത്ത് തന്നെ ഒരു 200 മീറ്റർ മാറിയ ഒരു സ്റ്റേ ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ സ്റ്റേ എടുത്തത്. സ്റ്റേ എടുത്ത് അവിടെ ചെക്കിന് പോയപ്പോഴാണ് മനസ്സിലായ ഞങ്ങൾ മുന്നേ സ്റ്റേ ചെയ്ത ആ ഹോം സ്റ്റേയുടെ ഓണർ തന്നെയാണ് ഇപ്പോഴത്തെ ഹോം സ്റ്റേ അല്ല ഹോട്ടലിലത്തെ ഓണർ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിലത്തെ ഓണറും. ആള് അപ്പുറത്ത് വന്ന് ചെക്കിന് എടുത്തു. ഞങ്ങൾ അവിടെ ചെക്കിൻ ചെയ്തു. പിന്നെ കുറച്ച് നേരം അവിടെ റൂമിലിരുന്നിട്ട് പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ. ഗ്രിൽഡ് പോർക്ക് വിത്ത് ഓണിയൻ ആൻഡ് ലെമൺ ഗ്രാസ്, പിന്നെ ഒരു സ്ക്വിഡ് നൂഡിൽസും. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടതാണ് ഞങ്ങൾ കഴിക്കാൻ ഇരുന്ന ഹോട്ടല്. തൊട്ടടുത്ത് തന്നെയാണ്, ഒരു 200 മീറ്റർ നടക്കാനുള്ളൂ. തൊട്ടടുത്ത് തന്നെയായിരുന്നു ഹോട്ടല്. ഞങ്ങൾ കഴിച്ചത് ഇവിടുത്തെ ഏതൊരു ഡിഷാണ്. ഇതൊരു 3 എണ്ണവും പിന്നെ ഇതൊരെണ്ണവും. പിന്നെ കോഫിയിൽ കോക്കനട്ട് കോഫിയും. അപ്പോൾ ഫുഡ് കുഴപ്പമില്ല, നന്നായിരുന്നു. കോഫി ടെൻഡർ കോക്കനട്ടിൻ്റെ ഒരു കോഫി അത്രയും തോന്നില്ല. ഒരു കൊപ്പരൊക്കെ ടേസ്റ്റ് വരും ആദ്യം. പിന്നെ കുടിച്ച് അത് ശീലം, കുടിച്ചൊരു നേരം ആകുമ്പോൾ അത് ശീലവും. എന്നാലും കുടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ആ ഫ്ലോയിലങ്ങ് പൊക്കോളൂ. എന്നാലും ആദ്യം ഒരു കൊപ്പറയുടെ ഒരു ടേസ്റ്റൊക്കെ വരണേ. പിന്നെ ഈ കോഫിയുടെ തിക്നെസ് കുറച്ച് കുറവാണ്. വെള്ളമായിരുന്നു കൂടുതലും. അതിൽ ഐസ് ഹോട്ടല്ല, കോൾഡ് കോഫിയാണ് എടുത്തത്. അതിൽ വെള്ളം കൂടുതലുണ്ടായിരുന്നത്, തിക്കല്ലായിരുന്നു. കുഴപ്പമില്ല, അത്ര ഇവിടുത്തെ ട്രൈ ചെയ്യാം, അത്ര തന്നെ. അങ്ങനെ ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞു സ്കൂട്ടറും തിരിച്ചു കൊടുത്ത് ഞങ്ങളൊരു നൈറ്റ് വാക്ക് തുടങ്ങി. അപ്പോൾ ഈ ഹാലോങ് ബേയിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. ഇവിടെ മെയിനായിട്ട് എന്ന് പറയുന്നത് ആ ബേയുടെ അടുത്തുള്ള ക്രൂസിങ്ങും പിന്നെ ഇവിടുത്തെ കുറച്ച് ആക്ടിവിറ്റീസും കയാക്കിങ്ങും സംഭവങ്ങളാണ് ഇവിടുത്തെ മെയിൻ സംഭവം. സിറ്റിയുടെ ഉള്ളിൽ ഒരു പരിപാടിയും ഇല്ല സത്യം പറഞ്ഞാൽ. ഇപ്പോൾ സമയം ഒരു 8-9:30. ഇവിടെ ആളനക്കൊന്നുമില്ല, ഒക്കെ ക്ലീനാണ്, എംപ്റ്റി സ്ട്രീറ്റാണ്. നാളെ ഇനി ഞങ്ങൾ ഇവിടുന്ന് ഹാലോങ്ങിൽ നിന്ന് കാഡ്ബേയിലേക്കാണ് പോകണത്. നാളെ കാലത്ത് നേരത്തെ എനിക്ക് പോകണം. ഫെറി ഒരു 7 മണിക്കാണ്. 7 മണി, 9 മണി, പിന്നെ 11 മണി, അങ്ങനെയാണ് ടൈമിങ് വരണേ. അപ്പോൾ ഞങ്ങൾ 7 മണിക്ക് തന്നെ പോകാനാണ് പ്ലാൻ. ഇനിയിപ്പോൾ എങ്ങനെ എനിക്കാൻ വൈകിയാൽ അത് 10 മണിയാവും. 9 മണി. 7 മണി കഴിഞ്ഞ് 9 മണിയാവും. പക്ഷേ നേരത്തെ എനിക്കാൻ തന്നെയാണ് പ്ലാൻ. നേരത്തെ എനിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ
ഞങ്ങളിപ്പോൾ സ്ട്രീറ്റിൽ നടക്കുക. ഞങ്ങൾ ഹാലോങ് ബേയിൽ ഇന്നത്തെ ലാസ്റ്റ് ദിവസമാണ്. നാളെ കാഡ്ബ ഐലൻഡിലേക്ക്, ഇവിടുന്ന് ഫെറി പിടിച്ച് കാഡ്ബ ഐലൻഡിലേക്കാണ് പോണത്. കാഡ്ബ ഐലൻഡിലായിരിക്കും ഈ കയാക്കിങ്ങും പിന്നെ നമ്മൾ ക്രൂസ് എടുക്കുകയാണെങ്കിൽ ക്രൂസ് ഞങ്ങൾ ചെയ്യുക കാഡ്ബ ഐലൻഡിൽ നിന്നാണ്. കാരണം ഹാലോങ് ബേയിനേക്കാളും കുറച്ചുകൂടി ചീപ്പായിരിക്കും കാഡ്ബ ഐലൻഡിൽ നമ്മൾ ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നാളെ ഞങ്ങൾ എന്തായാലും കാഡ്ബ ഐലൻഡിലേക്കാണ് പോണത്. അവിടെ അടുത്തൊരു ലോക്കൽ പാർട്ടി നടക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ടാണ് അപ്പോൾ കേട്ടത്. ഞങ്ങൾക്ക് എന്തായാലും നാളെ നേരത്തെ എനിക്കുള്ളത് കൊണ്ട് ഞങ്ങൾ എന്തായാലും അവിടേക്ക് പോയില്ല. പകരം ആ പരിസരത്ത് കുറച്ച് നേരം കൂടെ ഒന്ന് ചുറ്റി നടന്ന് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു കയറി.